നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF 90 സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്ന് കെ സുധാകരൻ. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF 90 സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്ന് കെ സുധാകരൻ MP പറഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരിടവേളയ്ക്ക് ശേഷം UDF ഭരണം തിരിച്ചുപിടിച്ച ചെറുപുഴയിൽ വിജയാഹ്ലാദ റാലി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു കെ സുധാകരൻ. പഞ്ചായത്തിൽ ഏറ്റവും മികച്ച വിജയം കൈവരിച്ച UDFന്റെ 20 പഞ്ചായത്ത് സ്ഥാനാർത്ഥികളെയും ബ്ലോക്ക് ജില്ലാ ഡിവിഷൻ സ്ഥാനാർത്ഥികളെയും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെയും UDFന്റെ സോഷ്യൽ വിംഗ് പ്രവർത്തകരെയും ചടങ്ങിൽ അനുമോദിച്ചു. സമ്മേളനത്തിൽ UDF ചെയർമാൻ A. ബാലകൃഷ്ണൻ അധ്യക്ഷനായി. ഈ പഞ്ചായത്തിന്റെ സമഗ്ര വികസനം ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടികളുമായി ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകും. കൺവീനർ മനോജ് വടക്കൽ സ്വാഗതം പറഞ്ഞു. സദസ്സിലുള്ള പ്രിയപ്പെട്ട കോൺഗ്രസ് UDFന്റെ നേതാക്കന്മാരെ, അദ്ദേഹത്തെ ഈ ചെറുപുഴ പഞ്ചായത്ത് UDF കമ്മിറ്റിക്ക് വേണ്ടി വളരെ ആദരപൂർവ്വം സ്നേഹപൂർവ്വം അഭിമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രസ്ഥാനത്തിന്റെ കാലാകാലമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉള്ള കയ്യിൽ വെച്ചിരിക്കുന്ന കൊത്തളങ്ങളൊക്കെ അടിച്ചു പൊളിച്ച് തകർത്ത് ഈ മഹാഭൂരിപക്ഷം ഉണ്ടാക്കി ഈ പഞ്ചായത്ത് നിലനിർത്തി കൊണ്ടുവന്ന ഞങ്ങളോട് എങ്ങനെ നിങ്ങളെ അഭിനന്ദിക്കണം എന്ന് എനിക്കറിയില്ല. നമുക്ക് നല്ല രാഷ്ട്രീയ കാലാവസ്ഥയാണ്. കേരളത്തിലെ പൊതു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UDFനെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തിരിച്ചുവരവിന്റെ വിളംബരമാണ് ഈ തിരഞ്ഞെടുപ്പും നിങ്ങളുടെ വിജയവും എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഞങ്ങളെ തൊടാൻ സാധിക്കാത്ത വിധം കേരളത്തിൽ ഇടതുപക്ഷം ദുർബലമായി. നമ്മോടൊപ്പം ഒട്ടുനിൽക്കാൻ ശ്രമിച്ച BJP ലക്ഷ്യത്തിലെത്താൻ അവർക്ക് സാധിച്ചില്ല. കേരളത്തിലെ ജനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണമുന്നണിയെ ഈ രാജ്യം ഏൽപ്പിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. മാസങ്ങളേ ഉള്ളൂ ഇനി നമ്മുടെ മുമ്പിൽ. അത് നന്നായി അതുപോലെ നമ്മുടെ പ്രവർത്തകന്മാർ ഏറ്റെടുത്തു, അത് കൈകാര്യം ചെയ്തു. അതിന്റെ റിസൾട്ട് നമ്മളെല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. വരാൻ പോകുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പിന്റെ അകത്ത് ഒരു സംശയവും വേണ്ട, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 90 സീറ്റ് വാങ്ങി ഞങ്ങൾ വിജയിച്ച് കടന്നു വരുമെന്ന കാര്യത്തിൽ നമുക്കൊരു തർക്കവും വേണ്ട. ഈ വന്നിരിക്കുന്ന റിസൾട്ടിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് 90 സീറ്റ് അസംബ്ലി സീറ്റ് കിട്ടുമെന്നാണ് ഒരു കണക്ക് കൂട്ടി കിട്ടിയിരിക്കുന്ന കണക്ക്. ആ കണക്കനുസരിച്ച് നമുക്ക് 90 സീറ്റിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇവിടെ ഇടതുപക്ഷത്തിന്റെ ഭരണം കണ്ടു. നമ്മളൊക്കെ ഇടതുപക്ഷക്കാർ നമുക്ക് വോട്ട് ചെയ്തു. ഇടതുപക്ഷത്തിലെ പ്രവർത്തകന്മാർ നമുക്ക് വോട്ട് ചെയ്തു. പിണറായി വിജയന്റെ പഞ്ചായത്ത് നിയോജക മണ്ഡലത്തിൽ പോലും നമുക്ക് ഇടതുപക്ഷത്തിന്റെ വോട്ട് കിട്ടി. എന്തുകൊണ്ട്? ഈ ഭരണം, പിണറായി വിജയന്റെ ഭരണം, ദുർഭരണം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ആദ്യത്തെ അധ്യായമാണ്. കള്ളപ്പണം ഉണ്ടാക്കി ഒഴിപ്പിച്ചും കള്ളപ്പണം കൊള്ളപ്പണം ഈ രാജ്യത്ത് എല്ലാം അടിച്ച് മാറ്റി എടുത്ത് കൊണ്ടുപോയി ശബരിമല അയ്യപ്പന്റെ സ്വർണം പോലും കട്ടെടുത്ത് കൊണ്ടുപോകാൻ അത് അന്വേഷിക്കാൻ ഈ സംസ്ഥാന സർക്കാരിന് സാധിച്ചോ? DCC ജനറൽ സെക്രട്ടറി രജിത് നാഗാത്ത്, യൂത്ത് ലീഗ് നേതാവ് ഷജീർ ഇക്ബാൽ, KK സുരേഷ്, മനോജ്, മഹേഷ് കുന്നുമ്മൽ, ജോസഫ് മുള്ളമട തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് വിജയാഹ്ലാദ DJ റാലി സംഘടിപ്പിച്ചു. കെ സുധാകരൻ ഷാളണി ചാതിരിക്കുകയാണ്. കോട്ട 11ാം വാർഡിൽ ധീരമായി പരാജയപ്പെട്ട 25 വോട്ടിന് പരാജയപ്പെട്ട ശ്രീ ബിജു
ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.